നമുക്ക് അടുത്ത ടോപ്പിക് എന്തായിരുന്നു? എസ്റ്റിമേഷൻ അല്ലേ? Estimation. What do you mean by estimation? Do you know what is estimation? കേട്ടിട്ടുണ്ടോ estimation എന്താണ്? What is the meaning of estimation? എന്താ estimation എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതെന്ന് പറഞ്ഞേ. ജുവാന പറഞ്ഞ മോളെ. Rounding. It's a rounding to the nearest. Rounding to the Nearest tens, hundreds. nearest round figure. Estimation എന്ന് വെച്ചാൽ ഒരു ഏകദേശ കണക്ക്. നമ്മളിപ്പോ ഒരു വീടൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും അല്ലെ? പുതിയ വീട് കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും ആദ്യം. ഏകദേശം എത്ര ചെലവാകും, എത്ര രൂപ ചെലവാകും എന്നുള്ളതിനൊരു കണക്കുണ്ടാക്കും. അതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. സ്കൂളിൽ നിന്ന് നിങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. ഫസ്റ്റ് നിങ്ങൾ എന്താ കണക്കാക്കുക? അതിന് എത്ര എമൗണ്ട് ചെലവാകും നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഏകദേശം എത്ര രൂപ ചെലവാകും, എന്നിട്ട് ഓരോരാളും എത്ര രൂപ എടുക്കണം എന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷമല്ലേ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക അല്ലേ? That is estimation. Estimation means to calculate approximately. Approximately എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയ ഫിഗർ അല്ല, ഏകദേശം. ആ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഏകദേശം ഒരു പോട്ടെ, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റ് പറയാ? അപ്രോക്സിമേറ്റ് എത്ര രൂപയാകും? About 5 lakh or 5,50,000 or 6 lakh. അങ്ങനല്ലേ പറയുള്ളൂ. അല്ലാണ്ട് കറക്റ്റ് ഫിഗർ 5,50,000 220 എന്ന് പറയില്ലല്ലോ. നമ്മൾ ഏകദേശം പറയുമ്പോൾ about 5,50,000 അല്ലേ? അതിനെയാണ്, അങ്ങനെ അപ്രോക്സിമേറ്റ് വാല്യൂ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ റൗണ്ടിങ് ഓഫ് എന്ന് വെച്ചാല് നമുക്ക് കുറെ രീതിയിൽ റൗണ്ട് ഓഫ് ചെയ്യാം. റൗണ്ടിങ് എ നമ്പർ ടു ദി നിയറസ്റ്റ് 10, നിയറസ്റ്റ് 100, നിയറസ്റ്റ് 1000, നിയറസ്റ്റ് 10,000, നിയറസ്റ്റ്. ഈ ഡിജിറ്റ്സിന്റെ ഒക്കെ, ഈ നമ്പേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താ? 10, 100, 1000 ഒരു റൗണ്ട് ഫിഗർ ആണല്ലേ? അല്ലേ? 10, 100, 1000, 10,000. 10 എന്ന് വെച്ചാല് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. 100 എന്ന് വെച്ചാല് സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. 1000 സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. അപ്പൊ നമ്മള് ഈ 10ലേക്കും 100ലേക്കും 1000ലേക്കും അല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നേ. നിയറസ്റ്റ് 10, നിയറസ്റ്റ് 100, നിയറസ്റ്റ് 1000. എന്താ നിയറസ്റ്റ് 10, നിയറസ്റ്റ് 1000 എന്നൊക്കെ പറഞ്ഞാല്? 1000ന്റെയും 10സിന്റെയും 100സിന്റെയും മൾട്ടിപ്പിൾസ് ഇല്ലേ? 10ന്റെ മൾട്ടിപ്പിൾസ് ഏതാ? 10, 20, 30, 40 അല്ലെ? അതൊക്കെയാണ് 10ന്റെ മൾട്ടിപ്പിൾസ്. 100ന്റെ മൾട്ടിപ്പിൾസോ 100, 200, 300, 400 എക്സെട്ര. 1000ന്റെ മൾട്ടിപ്പിൾസ് 1000, 2000, 3000, 4000. ഇതിനെയാണ് നമ്മൾ ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്ന് പറയുന്നത്. 1000ഉം 1000സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? 1000 is the figure 1000. തൗസൻഡ്സ് എന്ന് വെച്ചാല് 1000ന്റെ മൾട്ടിപ്പിൾസ്. Got it? അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ ടെൻസിലേക്കും 100സിലേക്കും 1000സിലേക്കും 10,000സിലേക്കും ലാക്സിലേക്കും ഒക്കെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. സോറി, നിങ്ങൾ റൗണ്ടിങ് ഓഫ് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? I think you just started the
റൗണ്ടിങ് ഓഫ് ഫ്രം തേർഡ് ക്ലാസ്. തേർഡ് ക്ലാസ് മുതൽ റൗണ്ടിങ് ഓഫ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. തേർഡോ ഫോർത്തോ ഈ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, CBSE സിലബസ് തന്നെയാണെങ്കിൽ തേർഡ് ക്ലാസ് ഓർ ഫോർത്ത് ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ക്ലാസ്സോ ഓക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റൗണ്ടിങ് ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ അതിന് തൊട്ടടുത്തുള്ള ടെൻസിലേക്കോ ഹൺഡ്രഡ്സിലേക്കോ നമ്മൾ മാറ്റി എഴുതുന്നതിനാണ് റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് 16 എന്ന് പറയുന്ന നമ്പർ 16 2 ഡിജിറ്റ് നമ്പർ അല്ലേ. ഇപ്പൊ നമുക്ക് അതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? അത് ഏതിലേക്ക് റൗണ്ട് ചെയ്യാം? നിയറസ്റ്റ് ടെൻസ്. ഈ 16 എന്ന് പറയുന്ന നമ്പർ 10ന്റെയും 20യുടെയും ഇടയിലായിട്ടാണ് വരുന്നത് അല്ലേ. ബിറ്റ്വീൻ 10 and 20. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ 16 എന്ന് പറയുന്ന നമ്പർ ഈ 10നോടാണോ 20യോടാണോ കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്ന് നോക്കണം. അതെങ്ങനെ നോക്കും? ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. 16നോട് 4 ആഡ് ചെയ്താൽ നമുക്ക് 20 കിട്ടും. 16 6 മൈനസ് ചെയ്താൽ 10 കിട്ടും അല്ലേ. ആണല്ലോ. അപ്പോ ഏതിനോടാ കൂടുതൽ എടുത്തിരിക്കുന്നത്? 4 ആണോ വലുത് 6 ആണോ വലുത്? 4 അല്ലേ, സോറി 6 അല്ലേ വലുത്. അപ്പോ 10 വെച്ചാല് 16 കുറേ ദൂരെയാ അല്ലേ. 10 വെച്ചാല് 16 കുറേ ദൂരെയായിട്ട് വരും. 20 എന്ന് വെച്ചാല് 16 അടുത്തായിട്ട് വരും. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പറിനോടാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അതിനോട് വലിയ നമ്പറിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ടിങ് അപ്പ് എന്ന് പറയും. തന്നിരിക്കുന്ന നമ്പറിനെ അതിന് തൊട്ട് താഴെയില്ല ചെറിയ നമ്പറിലേക്ക് റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ടിങ് ഡൗൺ എന്ന് പറയും, റൗണ്ടഡ് ഡൗൺ എന്ന് പറയും. പഠിച്ചവർക്ക് അറിയായിരിക്കും അല്ലേ. റൗണ്ടഡ് ഡൗൺ, റൗണ്ടഡ് അപ്പ് കേട്ടിട്ടില്ലേ? Okay, just listen. Okay, നമ്മൾ ഏതാ നമ്പർ എടുത്ത്? 16 അല്ലേ. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഏതാ? 16. 16നെ നമുക്ക് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണം. അപ്പൊ ഈ 16 എന്ന് പറയുന്ന നമ്പർ ഈ 10ന്റെയും 20യുടെയും ഇടയിലായിട്ടല്ലേ വരുന്നേ അല്ലേ. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഈ 16 ഏതിനോടാണ്, 10നോടാണോ 20യോടാണോ അടുത്ത് കിടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 16 എന്ന് പറയുന്ന നമ്പർ 20യുടെ അടുത്തല്ലേ കിടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 16 is rounded up to 20. 16നെ നമ്മൾ 20യിലേക്ക് റൗണ്ട് അപ്പ് ചെയ്തു. എന്തുകൊണ്ടാ റൗണ്ട് അപ്പ് എന്ന് പറയുന്നേ? എന്തുകൊണ്ടാ? 16നെക്കാളും വലിയ നമ്പർ അല്ലേ 20 അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ 16നെ 20യിലേക്ക് റൗണ്ട് അപ്പ് ചെയ്തു എന്ന് പറയുന്നത്. 16 is rounded up to 20. ഇനി നമ്മൾ 12നെ റൗണ്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. നമുക്ക് 12നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണം. 12നെ റൗണ്ട് ചെയ്യുമ്പോൾ
12 ഏതിന്റെ അടുത്താ കിടക്കുന്നത്? 10ന്റെ ആണോ 20യുടെ ആണോ? 10ന്റെ അടുത്താ കിടക്കുന്നത് അല്ലേ? 10ന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ ആണ് 12. അപ്പൊ 12നെ നമ്മൾ 12 is rounded down to 10. 12 is rounded down to 10. എന്തുകൊണ്ടാ? 10 is smaller than 12. 10 എന്ന് പറയുന്നത് 12നേക്കാളും ചെറിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 12 is rounded down to 10 എന്ന് പറയും. നമ്മൾ റൗണ്ട് ചെയ്യുന്ന ഫിഗർ തന്നിരിക്കുന്ന ഫിഗറിനേക്കാളും വലിയതാണെങ്കിൽ നമ്മൾ റൗണ്ടഡ് അപ്പ് എന്ന് പറയും. ചെറിയ ഫിഗർ ആണെങ്കിൽ റൗണ്ടഡ് ഡൗൺ എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോ നമുക്ക് വലിയ വലിയ നമ്പർ ഒക്കെ ആണെങ്കിൽ റൗണ്ട് ഇതുപോലെ നമുക്ക് എഴുതിയിട്ട് കണ്ടുപിടിക്കാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? റൗണ്ട് ചെയ്യേണ്ട ഫിഗറിന്റെ ഇപ്പൊ 10ലേക്ക് നമ്മൾ ടെൻസിലേക്ക് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പർ ഏത് ഡിജിറ്റാ നോക്കണ്ടെന്ന് അറിയോ? വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ് നോക്കണം. നിയറസ്റ്റ് 10ലേക്കാണെങ്കിൽ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്സ്. നിയറസ്റ്റ് 10ലേക്കാണെങ്കിൽ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ്. ഇനി നിയറസ്റ്റ് 100ലേക്കാണെങ്കിൽ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. നിയറസ്റ്റ് തൗസൻഡ്സിലേക്കാണെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. അത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. നിയറസ്റ്റ് തൗസൻഡ്സിലേക്കാണെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു എക്സാമ്പിളും ഇതും ഒന്ന് നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതി വെച്ചോ. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് അടിയിൽ ഇതുപോലെ ഒന്ന് എഴുതി വെച്ചോ, മിസ് എഴുതുന്ന പോലെ തന്നെ. എസ്റ്റിമേഷൻ ഹെഡിങ് എഴുതാ, എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് എഴുതുക. വൺസിന്റെ പ്ലേസിൽ 1, 2, 3, 4 എന്ന് പറയുന്ന ഡിജിറ്റ്സ് ആയതുകൊണ്ട് റൗണ്ട് ഡൗൺ ചെയ്യണം. ഇവിടെ 12ല് വൺസിന്റെ പ്ലേസിൽ 2 ആ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റൗണ്ട് ഡൗൺ. റൗണ്ട് ഡൗൺ എന്ന് വെച്ചാൽ തൊട്ട് മുന്നത്തെ ടെൻസ് ഏതാ? 10. സോ ഹിയർ 12 is rounded down to 10. 12 is rounded down to 10. Okay, ഇനി then 16. 16 എന്ന് പറയുന്ന നമ്പർ എടുത്താല് 16ന്റെ വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ? 6 അല്ലേ? 6 അല്ലേ വരുന്നേ? അപ്പൊ ഇതിൽ നോക്കിയേ, 5, 6, 7, 8, 9. 5ഓ 6ഓ 7ഓ 8ഓ 9ഓ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ് നോക്കണം. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 6 ആ വരുന്നേ. 5, 6, 7, 8, 9 എന്നുള്ള ഡിജിറ്റ്സ് ആണ് വരുന്നെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യണം. റൗണ്ട് അപ്പ് ചെയ്യണമെങ്കിൽ തൊട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന 10ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. 16 കഴിഞ്ഞിട്ട് വരുന്ന 10, 20. So here 16 is rounded up to 20. ഐഡിയ കിട്ടിയോ? ക്ലിയർ ആയോ? ഇനി another example. ഇത് എഴുതിക്കോട്ടോ മിസ്സിന്റെ കൂടെ തന്നെ. Example, round off, question ആയിട്ട് എഴുതിക്കോ, round off
347 to the nearest 10 and nearest 100. Round off 347 to the nearest 10 and nearest 100. Round off 347 to the nearest 10 and nearest 100. Question എഴുതിയില്ലേ? എഴുതിയല്ലോ? എന്താ question? 347 നിയറസ്റ്റ് 10ലേക്കും നിയറസ്റ്റ് 100ലേക്കും റൗണ്ട് ഓഫ് ചെയ്യണം. ഇനി നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ തൊട്ട് മേലെ എഴുതി നോക്കി ഏത് പ്ലേസിലുള്ള ഡിജിറ്റ്സാ കൺസിഡർ ചെയ്യണ്ടേ? ഏത് പ്ലേസിലുള്ള ഡിജിറ്റ്സാ? വൺസിന്റെ പ്ലേസിൽ അല്ലേ? ഇവിടെ വൺസിന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത്? 7, റൈറ്റ്? നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് 7. ഇതിന് തൊട്ട് താഴെ നോക്കിയേ, 7 എന്നുള്ള ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ 347 is rounded up. Rounded up. ഇനി ഏത് നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യണം? ഏത് നമ്പറിലേക്കാ? ശ്രീ വിഷ്ണു പറഞ്ഞേ. 350. 350. അതെങ്ങനെ 350 വന്നു? റൗണ്ടഡ് അപ്പ് അല്ലേ മിസ്? ഇതിനേക്കാൾ അത് അല്ലെങ്കിൽ 47 30ലേക്ക് പോകും. ഓക്കെ, ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് നമ്പേഴ്സ്. ആ അത് തന്നെ. അതായത് ഈ 347 എന്ന് പറയുന്ന നമ്പർ 300 നമ്മൾ നിയറസ്റ്റ് 10 അല്ലേ നോക്കുന്നേ. ഇപ്പൊ 340ന്റെയും 350ന്റെയും ഇടയിലല്ലേ വരുന്നേ അല്ലേ? അപ്പൊ ഈ 347 എന്ന് പറയുന്നത് റൗണ്ടഡ് അപ്പ് ടു 350. 347 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ടെൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 340ന്റെയും 350ന്റെയും മിഡിൽ ആയിട്ടാ വരുന്നത്, ഇടയിലായിട്ടാ വരുന്നത്. അപ്പൊ ഈ വൺസിന്റെ പ്ലേസിൽ 7 വരുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ടഡ് അപ്പ് ചെയ്യും. റൗണ്ടഡ് അപ്പ് ചെയ്താല് നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ട് വരുന്ന ടെൻസിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. അപ്പോ 347 കഴിഞ്ഞിട്ട് വരുന്ന ടെൻസ് ഏതാ? 350. So 347 is rounded up to 350. ഇനി നമുക്ക് നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്യണം. നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഏത് പ്ലേസിലെ ഡിജിറ്റാ നമ്മൾ കൺസിഡർ ചെയ്യാ? 100ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ തൊട്ട് മേലെ നോക്കിയേ, ഇതാ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. ഹിയർ ടെൻസിന്റെ പ്ലേസിൽ 4 വരുന്നത് അല്ലേ? അല്ലേ? ടെൻസിന്റെ പ്ലേസിൽ 4 അല്ലേ? ഒന്നുകൂടി മുകളിലേക്ക് നോക്കുക. 4 എന്നുള്ള ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് ഡൗൺ. എന്ത് ചെയ്യണം? 4 വരുന്നുണ്ടെങ്കിൽ റൗണ്ട് ഡൗൺ ചെയ്യണം. അപ്പൊ നമ്മൾ നിയറസ്റ്റ് 100ലേക്ക് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ റൗണ്ടഡ് ഡൗൺ. റൗണ്ടഡ് ഡൗൺ. ഇനി ഏത് നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും? നിയറസ്റ്റ് 100 പറയുന്നത് 347 എന്ന് പറയുന്ന നമ്പർ 300ന്റെയും
400ന്റെയും ഇടയിലാ വരുന്നത് അല്ലേ? അല്ലെ? 300ന്റെയും 400ന്റെയും ഇടയിലാ വരുന്നത്. അപ്പൊ നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് തൊട്ട് മുന്നേ ഉള്ള നമ്പറിലേക്ക്, തൊട്ട് മുന്നേ വരുന്ന 100ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് 300. എന്താ ഹെവന് ഡൗട്ട്? അപ്പൊ എത്ര സംഖ്യ ഇങ്ങനെ പ്ലസും മൈനസും ചെയ്യണം എങ്ങനെ കിട്ടും? പ്ലസും മൈനസും ചെയ്യണമെന്നോ? മിസ്സേ ഇപ്പൊ നമ്മള് അപ്പ് ചെയ്യുമ്പോ എത്ര അപ്പ് ചെയ്യണം എങ്ങനെ കിട്ടുന്നു? എത്ര അപ്പ് ചെയ്യണം എന്നല്ല മോനെ, നമ്മൾ ഈ 347 എന്ന് പറയുന്ന നമ്പർ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചോ. നിയറസ്റ്റ് 10 എന്ന് വെച്ചാൽ ടെൻസിന്റെ മൾട്ടിപ്പിൾസ്, 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. അത് എത്ര കൂട്ടി എഴുതുന്നു എന്നല്ല, ഏത് നമ്പറിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു എന്നാ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ എത്ര കൂട്ടുന്നു എത്ര കുറക്കുന്നു എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. തന്നിരിക്കുന്ന നമ്പർ തൊട്ടടുത്തൊരു റൗണ്ട് ഫിഗറിലേക്ക്, അതായത് 10ന്റെ മൾട്ടിപ്പിൾ, 100ന്റെ മൾട്ടിപ്പിൾ, 1000ന്റെ മൾട്ടിപ്പിൾ, അങ്ങനെയുള്ള റൗണ്ട് ഫിഗറിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നതിനാണ് റൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ എത്ര ആഡ് ചെയ്യുന്നു എത്ര മൈനസ് ചെയ്യുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ശ്രീവിഷ്ണുവിന് എന്താ ഡൗട്ട്? മിസ്സേ ഈ റൗണ്ട് അപ്പ് എനിക്ക് മനസ്സിലായി, ഈ റൗണ്ട് ഡൗൺ എനിക്ക് മനസ്സിലായില്ല. ഈ 347 300ലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു അതൊന്നും എനിക്ക് പറഞ്ഞിട്ടോ. മനസ്സിലായി മോനെ, ഇത് നിയറസ്റ്റ് 100ലേക്കല്ലേ നമ്മൾ ചെയ്യുന്നേ? അതെ. നിയറസ്റ്റ് 100 എന്ന് വെച്ചാൽ 100ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ? 100ന്റെ മൾട്ടിപ്പിൾസ് ഇവിടെ ഏതൊക്കെയാ വരുന്നത്? 347നെ തൊട്ട് മുന്നേയും തൊട്ട് ശേഷം വരുന്ന 100ന്റെ മൾട്ടിപ്പിൾസ് 300ഉം 400ഉം അല്ലേ? അപ്പൊ നമ്മൾ 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ടെൻസിന്റെ പ്ലേസിലുള്ളത് നോക്കും. ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഇവിടെ 4 ആണ്. നമ്മള് ഏതിലേക്കാണോ റൗണ്ട് ചെയ്യുന്നത്, 100ലേക്ക് റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൊട്ട് മുന്നേ ഉള്ള ഡിജിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ കൺസിഡർ ചെയ്ത് റൗണ്ട് ഡൗൺ ആണോ റൗണ്ട് അപ്പ് ആണോ ചെയ്യുന്നതെന്ന് ഏതിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാം. 100ലേക്ക് വരുമ്പോൾ ടെൻസിന്റെ പ്ലേസിൽ ഈ ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ റൗണ്ട് ഡൗൺ ചെയ്യും, ഈ ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യും. ഇവിടെ 347 എന്ന് പറയുന്ന നമ്പറിൽ 4 ആണ് ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് അല്ലെ? അപ്പൊ 4 വരുമ്പോ നമുക്ക് റൗണ്ട് ഡൗൺ ആ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ 347 റൗണ്ട് ഡൗൺ ചെയ്തു. ഇനി ഏത് നമ്പറിലേക്ക് നമ്മൾ ചെയ്യണം? നിയറസ്റ്റ് 100ലേക്കല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇതിന്റെ ഈ 347 എന്ന് പറയുന്നതിന് തൊട്ടടുത്ത് കിടക്കുന്ന 100ന്റെ മൾട്ടിപ്പിൾ 300 അല്ലേ? അല്ലേ? സോ we rounded down to 300. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ടൈം തീരാറായി, 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഹോംവർക്ക് വേണ്ടേ? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. Round off 583 to the nearest 10 and to the nearest 100. ഒറ്റൊരു ക്വസ്റ്റ്യൻ മതി, ഇത് മാത്രം നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. റൗണ്ട് ഓഫ് 583 to the nearest 10 and to the nearest 100. ഓക്കെ, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താല് ഈ റൗണ്ടിങ് ഓഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അർത്ഥം. ചെയ്തു നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? റൗണ്ട് ഓഫ് 583 to the nearest 10 and to the nearest 100. ഓക്കെ, അപ്പൊ ക്ലാസ് ഇപ്പൊ കട്ടാവും.
മാർക്ക് സെൻഡ് ചെയ്ത് തരാത്തവരൊക്കെ ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരാം. See you in next class. Okay, bye.